ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഗന്നേസരത്ത് തടാകത്ത് നിൽക്കുമ്പോൾ, കടലിനരികെ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, അവർ മറ്റ് യാതൊന്നിനും വേണ്ടി ആയിരുന്നില്ല. ദൈവത്തിന്റെ വചനത്തോടുള്ള വിശപ്പോടെ, ദാഹത്തോടെ ഒരു കൂട്ടം ജനം അവിടെ തിക്കിക്കൊണ്ടിരുന്നതായ അനുഭവം. ഈ പ്രത്യേക സന്ദർഭത്തിൽ 2 പടകുകൾ കരയ്ക്ക് അടുത്ത് വന്ന് അതിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി അവര് ആ വല കഴുകുന്നതായ സന്ദർഭം നമുക്കവിടെ കാണുവാൻ കഴിയും. അതിലൊന്ന് ശീമോൻ പത്രോസിന്റെ പടകായിരുന്നു. യേശു കർത്താവ് ആ പടക് കരയിൽ നിന്ന് അല്പം നീക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും അതിൽ കയറിയിരുന്ന പുരുഷാരത്തോട് ദൈവവചനം സംസാരിക്കുകയും ചെയ്യുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവര് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്ക് യാതൊന്നും കിട്ടാതിരുന്നതായ ഒരു പ്രത്യേക സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു കർത്താവ് അവിടേക്ക് കടന്നു ചെന്നത്. ശീമോൻ പത്രോസിനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ താൻ പറഞ്ഞ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചിട്ടില്ല. അതാ എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്നുള്ളതായ സമർപ്പണത്തോടുകൂടെ പത്രോസ് അത് ചെയ്യുവാൻ തയ്യാറാകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പത്രോസിന് വേണമെങ്കിൽ പല കാര്യങ്ങൾ അവിടെ ചിന്തിക്കാമായിരുന്നു. ഒരിക്കലും ഈ എന്നോട് ആവശ്യപ്പെട്ട വ്യക്തി ഒരു മുഖവനല്ല, അല്ലെങ്കിൽ മീൻപിടുത്തത്തെ കുറിച്ച് യാതൊന്നും അറിയാവുന്ന ഒരാളല്ല. എന്നാൽ പത്രോസ് ആ വാക്ക് കേട്ടപ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. വലിയ പെരുത്ത മീൻകൂട്ടം ലഭിക്കുകയും ആ പടക് നിറയുകയും മറ്റു പടകുകളെ മാടി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസ് തന്റെ തെറ്റുകൾ ഏറ്റു പറയുന്ന അനുഭവങ്ങളുമൊക്കെ നമുക്കവിടെ കാണാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഒരു പ്രവൃത്തി നാം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പ്രയത്നം കൂടെ അത് ചെയ്യുവാൻ, അതിനുള്ള സന്നദ്ധത എപ്പോഴും അതിന്റെ പിന്നിലുണ്ട്, ഒരു സമർപ്പണമുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അവർ വീണ്ടും ആഴത്തിലേക്ക് നീക്കുവാൻ തയ്യാറായി. രാത്രി മുഴുവനും അധ്വാനിച്ചവരാണ്. വീണ്ടും പ്രയത്നിക്കുവാൻ അവർ തയ്യാറായി, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും പ്രഭാതത്തിൽ അങ്ങനെ മീൻ കിട്ടാറില്ല. രാത്രിയാണ് അവര് മീൻപിടുത്തത്തിന് പോകുന്നത്. എങ്കിലും അവര് പ്രയത്നിക്കുവാൻ തയ്യാറാകുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം, ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാകാം. എങ്കിലും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പ്രയത്നിക്കുവാൻ തയ്യാറായാൽ എവിടെയും പ്രവർത്തിക്കുവാൻ അരുമനാഥൻ കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് കടന്നു ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. അവിടെ വീഞ്ഞു തീർന്നുപോയി. എന്നാൽ അവിടെയും കർത്താവ് പറയുന്നത് വെറുതെ അങ്ങ് വീഞ്ഞുണ്ടാക്കി കൊടുക്കുകയായിരുന്നില്ല. പുറത്തുള്ള കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. അവിടെയും ഒരു പ്രയത്നം അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെയും അരുമനാഥന്റെ വാക്കിന് അവർ പ്രവർത്തിപ്പാൻ തയ്യാറായതുകൊണ്ടാണ് ആ വിരുന്ന് വീട്ടിലെ
ആ പ്രതിസന്ധിക്ക് പിന്നീട് പരിഹാരമുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. അതേപോലെ യോഹന്നാന്റെ സുവിശേഷം 4 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ശമരിയ സ്ത്രീ വെള്ളം കോരുവാനായിട്ട് കടന്നു ചെന്നു. യേശു കർത്താവ് അവളോട് പല കാര്യങ്ങൾ സംസാരിച്ചു. ജീവന്റെ ജലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി. അവക്കത് ലഭിക്കുവാൻ അവള് വീണ്ടും കോരുവാൻ ഇവിടത്തോളം വരണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെയും കർത്താവ് പറയുന്നത് നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാനാണ്. അവിടെയും ചില കാര്യങ്ങൾ അതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവളുടെ തെറ്റുകളെ ഓർമ്മിപ്പിക്കുവാനും അതേപോലെ അവള് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരുവാനും ഒക്കെ കർത്താവ് ആ രക്ഷയുടെ വെള്ളം കൊടുക്കുന്നതിന് മുൻപ് ആവശ്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ലാസർ മരിച്ചുപോയി. 2 സഹോദരിമാർക്ക് ആ ഏക ഒരാങ്ങള അവൻ മരണപ്പെട്ടു പോയി. യേശു കർത്താവ് അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ വലിയ കൂട്ടക്കരച്ചിലുകളാണ്. എന്നാൽ കർത്താവ് അവിടെ കടന്നു ചെന്നിട്ട് പറയുന്നത് ആ കല്ല് നീക്കുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. അവിടെ അവർ പിടിച്ചു വെച്ചിരുന്ന ആ കല്ല്, അവിശ്വാസത്തിന്റെ കല്ല്, അതേപോലെ കെട്ട് അഴിക്കുവിൻ. മനുഷ്യൻ കെട്ടിയ കെട്ട് അത് മനുഷ്യൻ തന്നെ അഴിക്കണമായിരുന്നു. അവിടെയും ചില പ്രയത്നം ആവശ്യപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ യോഹന്നാന്റെ സുവിശേഷം തന്നെ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കുന്നു. നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ ചേറ് പൂശി അത് ശീലോകാംകുളത്തിൽ പോയി കഴുകുവാൻ അവനോട് ആവശ്യപ്പെടുകയാണ്. ഓർക്കുക, കർത്താവിന് വേണേ അവിടെ വെച്ച് സൗഖ്യം കൊടുത്തുകൂടെ? എന്നാൽ അവനും ചിലത് പ്രയത്നിക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമായിരുന്നു. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24 നമുക്ക് മറ്റൊരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ആ ഒരു പക്ഷവാത രോഗിയോട് കർത്താവ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്നാവശ്യപ്പെടുന്നതാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ന്റെ 27 നമ്മൾ കടന്നു വരുമ്പോൾ യേശു കർത്താവിനും പത്രോസിനും വേണ്ടി നികുതി കൊടുക്കേണ്ടതിന് വേണ്ടി കടലിലേക്ക് കടന്നു ചെന്ന് ചൂണ്ടലിട്ട് ഒരു മത്സ്യത്തെ പിടിച്ച് അതിന്റെ വായിലുള്ള ചതുർദ്രഹ്മ പണമെടുത്തു കൊടുക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. കർത്താവിന് വേണമെങ്കിൽ അല്ലാതെ ഒത്തിരി മാർഗങ്ങൾ ഉണ്ടല്ലോ. എന്നാൽ അവിടെയും ഒരു പ്രയത്നത്തിന് അവർ തയ്യാറാകേണ്ടത് ആവശ്യമായിരുന്നു. ഇതെല്ലാം ഇനിയും പല കാര്യങ്ങളും നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ കഴിയും. അതെ പ്രിയമുള്ളവരെ, നാം പ്രയത്നിക്കുവാൻ തയ്യാറായാൽ അതിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും ഏത് സന്ദർഭത്തിലും പ്രവർത്തിക്കുവാനും ഏത് വിടുതലുകൾ നൽകുവാനും ഒക്കെ അവിടുന്ന് തയ്യാറാണ്. ചിലർ പറയാറുണ്ട്, എന്റെ സഭ ശൂന്യമായി കിടക്കുന്നു, അല്ലെങ്കിൽ ആത്മാക്കൾ വരുന്നില്ല, അല്ലെങ്കിൽ ഇത്ര പലതും അധ്വാനിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. ചിലപ്പോൾ ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. ഇവിടെ ഓർക്കുക, പത്രോസ് ആ സന്ധ്യ മുതൽ രാത്രി മുഴുവനും അധ്വാനിച്ചു. ചിലപ്പോൾ ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തി നിൽക്കുകയായിരിക്കാം. എങ്കിലും ഓർക്കുക, പ്രയത്നിക്കുവാൻ തയ്യാറായാൽ. ചിലർ പറയാറുണ്ട്, ഞാൻ റിട്ടയർമെന്റ് ആയി, ഇനി ഞാൻ എന്ത് ചെയ്യും? റിട്ടയറായി ഇല്ല. പ്രയത്നിക്കുവാൻ തയ്യാറായാൽ ഏത് സാഹചര്യത്തിലും ശക്തി പകരുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. അപ്പോൾ ഏത് സന്ദർഭത്തിലും നമ്മൾ ചിലത് ചെയ്യുവാൻ തയ്യാറാണോ, അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. അതെ, അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിശ്വാസത്തെ മാറ്റിക്കളയാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.